ഒരു ചിട്ടയായ ജീവിതശൈലിയിലൂടെ നമുക്ക് ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി കാരണമാകുന്ന ഘടകങ്ങളെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ചിട്ടയായ ജീവിതം എന്നുള്ളത്? എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക. രാവിലെ പ്രഭാതത്തിൽ ഉണരുക, ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കണമെന്നാണ് പ്രാചീനത്തിലുള്ള ആചാര്യന്മാരൊക്കെ പറയുന്നത്. 3:30 മണി 4 മണിക്ക് എണീക്കുക, രാവിലെ ഒരു 3-4 കിലോമീറ്റർ നടക്കാൻ പോവുക. യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, സ്ഥിരമായിട്ട് അത് ചെയ്യാം. രാവിലെ പ്രഭാത കർമ്മങ്ങളൊക്കെ കൃത്യനിഷ്ഠയോടെ ചെയ്യുക. പ്രഭാതത്തിലുള്ള ഭക്ഷണം സ്കിപ്പ് ചെയ്യാതെ കഴിക്കുക. അതേപോലെ തന്നെ ലഞ്ച് പ്രോപ്പറായിട്ട് കഴിക്കുക, ഡിന്നർ പ്രോപ്പറായിട്ട് കഴിക്കുക. രാത്രിയിൽ കൃത്യമായ സമയത്ത് നമുക്കൊരു 9 മണി 8 മണി 9 മണിക്ക് ഉറങ്ങാൻ ശ്രമിക്കുക. അമിതമായിട്ടുള്ള ഈ ടിവിയുടെയോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഉപയോഗം നമ്മൾ കട്ട് ചെയ്യുക. പകല് തൊഴിലിടങ്ങളിൽ വരുന്ന സ്ട്രെസ്സുകളെ പരമാവധി നമ്മളെ ബാധിക്കാത്തൊക്കെ നമ്മൾ ഒഴിവാക്കി വിടുക. ആവശ്യമില്ലാതെ നമ്മുടെ ബോസ് പറയുന്ന വഴക്കുകളെല്ലാം നമ്മൾ മനസ്സിലേറ്റെടുക്കും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു നിസ്സംഗ മനോഭാവം നമുക്ക് കീപ്പ് ചെയ്യാനും നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മളുടെ ആരോഗ്യമാണ് പ്രധാനമെന്ന് നമുക്ക് കാണാനും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തൊട്ടേ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചിട്ടയായ ഒരു ജീവിതം ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ സ്ട്രെസ് ഫാക്ടറുകൾ പരമാവധി ഒഴിവായി കിട്ടും. ആരോഗ്യകരമായൊരു ജീവിതശൈലി നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അത് ഫ്യൂച്ചറിൽ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുള്ള ഈ രോഗങ്ങളിൽ നിന്നും നമ്മളെ ഒഴിവാക്കി നിർത്തുകയും ചെയ്യും.